അർജുനായുള്ള തെരച്ചിൽ അതിനിർണായകമായ ഘട്ടത്തിലേക്ക് എത്തി. പുഴയിൽ കണ്ടെത്തിയ ട്രക്കിനടുത്തേക്ക് നാവികസേനയുടെ സ്കൂബ ഡൈവേഴ്സ് എത്തും. അർജുൻ ക്യാബിനുള്ളിൽ ഉണ്ടോ എന്ന് കണ്ടെത്തുന്നതിനാണ് പ്രഥമ പരിഗണന. ആദ്യഘട്ടത്തിൽ തന്നെ ചെളി നീക്കി തുടങ്ങും. പുഴക്കരയിലെ മണ്ണ് കൂറ്റൻ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് മാറ്റുന്നത് പുരോഗമിക്കുന്നുണ്ട്. ഔദ്യോഗിക നിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിച്ച് 4 കിലോമീറ്റർ സഞ്ചരിച്ച് മറ്റൊരിടത്തു നിന്നാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസ് ദൃശ്യങ്ങൾ പകർത്തുന്നത്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഇന്നലെ ജില്ലാ കളക്ടറും അതോടൊപ്പം തന്നെ കാർവാർ എസ്.പിയും കൃത്യമായി പറഞ്ഞിരുന്നു, ഇത് റേഡിയോ സിഗ്നൽ ഉപയോഗിച്ചുള്ള പരിശോധനയിലേക്കാണ്, തെരച്ചിലേക്കാണ് ഇന്ന് ദൗത്യ സംഘം കടക്കുന്നത്. അപ്പോൾ മറ്റെന്തെങ്കിലും സിഗ്നലുകൾ, അതിപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും സംവിധാനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോൺ ആണെങ്കിൽ പോലും അതിൽ നിന്നുള്ള സിഗ്നലുകൾ ഒരു പക്ഷേ ക്യാച്ച് ചെയ്ത് ഫ്രീക്വൻസിയിൽ മാറ്റം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒരു പക്ഷേ രക്ഷാ ദൗത്യത്തിനെ ബാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ മാതൃഭൂമി ന്യൂസ് ഇത്രയും ശ്രദ്ധ ഇതിന് കൊടുക്കുന്നത്. മറ്റൊരു ഇടത്ത് നിന്ന് 4 കിലോമീറ്റർ അകലെ നിന്നാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ സൂം ചെയ്ത് പകർത്തിക്കൊണ്ടിരിക്കുകയാണ്. ജില്ലാ ഭരണകൂടം നൽകിയിരിക്കുന്ന എല്ലാ നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് നിങ്ങളിലേക്ക് ഈ ദൗത്യവുമായി ബന്ധപ്പെട്ട എല്ലാ കൃത്യമായ വിവരങ്ങളും എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അവിടെ നിന്ന് KV രാഹുലും മധുവും ശ്രീധരനും വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആദ്യം KV രാഹുലിലേക്കാണ്. രാഹുൽ, ഇന്ന് വളരെ നിർണായകമായ ഒരു ദിവസമാണ് ഈ ദൗത്യത്തെ സംബന്ധിച്ച്. അതായത് എല്ലാ സംവിധാനങ്ങളും, എല്ലാ അത്യാധുനിക സംവിധാനങ്ങളും എത്തുകയാണ്. ഐബോർഡ് ഉപയോഗിച്ചുള്ള പരിശോധന തുടങ്ങുകയാണ്. ലോറി അവിടെ ഉണ്ട് എന്ന് ഇന്നലെ നേവിയും ആർമിയും സ്ഥിരീകരിച്ചു. ഇനി ആ ലോറി അത് അർജുൻ്റെതാണ് എന്നും ഏകദേശം കർണാടക പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ആ ലോറിയിൽ അർജുൻ ഉണ്ടോ, ആ ലോറി മുകളിലേക്ക് കൊണ്ടുവരണം. ഇതാണ് ഇനി നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. അതിനുള്ള ശ്രമങ്ങൾ എങ്ങനെയാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്? ആര്യ, ദൗത്യം വളരെ ആക്റ്റീവായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ വിദൂര ദൃശ്യങ്ങൾ, ഇതാണ് തത്സമയം അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ദൃശ്യങ്ങളിലൂടെ എത്തിക്കുന്നത്. ആ കൂറ്റൻ മണ്ണുമാന്തി യന്ത്രം അതുപയോഗിച്ചുള്ള മണ്ണു നീക്കൽ അവിടെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. പുഴയുടെ തിട്ടയിൽ തന്നെയാണ് അത്. അവരുദ്ദേശിക്കുന്നത്, അവരിൽ നിന്ന് ലഭിച്ച വിവരപ്രകാരം, ദൗത്യസംഘത്തിൽ നിന്ന് ലഭിച്ച വിവരപ്രകാരം ഈ ശക്തമായ കുത്തൊഴുക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടി ചെറിയ ബണ്ട് അല്ലെങ്കിൽ ഒരു ചാല് കണക്കെ പുഴയിൽ നിർമ്മിക്കുന്നതിന് ഉള്ളൊരു ശ്രമമാണ്. അതിനുവേണ്ടി ഒരു നിരപ്പ് പോലെ ഉണ്ടാക്കി ആ കൂറ്റൻ മണ്ണുമാന്തി യന്ത്രം കുറച്ചുകൂടി താഴേക്ക് എത്തിച്ച് അതിൻ്റെ ഈ നീളമുള്ള കൈകൾ കൊണ്ട് ആ ബണ്ട് പോലെ നിർമ്മിക്കാനുള്ള ശ്രമമാണ് എന്നതാണ്. എന്തായാലും നാവികസേനയുടെയും കരസേനയുടെയും NDRFിൻ്റെയും SDRFിൻ്റെയും എല്ലാ സംഘാംഗങ്ങളും ഇതിനകം തന്നെ സ്പോട്ടിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. നിലവിൽ ആ മണ്ണ് നീക്കുന്ന പ്രവൃത്തിക്കാണ് പ്രഥമ പരിഗണന ഇപ്പോൾ നൽകിയിട്ടുള്ളത്. അല്പസമയത്തിനകം തന്നെ സ്കൂബ ഡൈവേഴ്സ് പുഴയിലേക്ക് ഇറങ്ങും എന്ന വിവരം കൂടിയാണ്. നിലവിൽ അവർ ബോട്ടിൽ പോലും പുഴയിലേക്ക് ഇന്ന് ഇറങ്ങിയിട്ടില്ല. അവരുടെ ബോട്ടുകൾ നേരത്തെയൊക്കെ കരയോട് ചേർന്ന് നിർത്തിയിട്ടിരുന്ന ക്ഷേത്രത്തിൻ്റെ ഭാഗത്ത് തന്നെയാണ് ഉള്ളത്. പക്ഷേ അവിടെ തയ്യാറെടുപ്പുകൾ നടക്കുന്നത് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. ഒപ്പം ഈ ട്രക്ക്, അതായത് വളരെ വിസ്തൃതിയുള്ള പുഴ, അതിൽ കൃത്യമായി 9 ദിവസം തിരയുകയും കൃത്യമായ ഒരു സ്ഥാനത്തേക്ക് എത്താൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് വലിയ പുരോഗതി. അപ്പോൾ ആ സ്പോട്ടിലേക്ക് എത്തുക എന്നത് തന്നെയാണ് ഏറ്റവും വലിയ കടമ്പയായി നിൽക്കുന്നതും. ആ ട്രക്കിനടുത്തേക്ക് സ്കൂബ ഡൈവേഴ്സിന് എത്തേണ്ടതായുണ്ട്. ആദ്യത്തെ കടമ്പ എന്നത് അത് തന്നെയാണ്. അതിനുശേഷം വാഹനത്തിനകത്ത് അർജുൻ ഉണ്ടോ എന്ന് സ്ഥിരീകരിക്കേണ്ടതായുണ്ട്. അർജുനെ കണ്ടെത്തിയാൽ പുറത്തേക്ക് എടുക്കേണ്ടതായുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ട എല്ലാ സർവ്വസജ്ജീകരണങ്ങളുമാണ് ദൗത്യസ്ഥലത്ത് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഡ്രോൺ ഉപയോഗിച്ചുള്ള അത്യാധുനിക സംവിധാനങ്ങളുടെ സഹായത്തോടെയുള്ള പരിശോധന, തിരച്ചിൽ കൂടിയുണ്ട്. അല്പസമയത്തിനകം തന്നെ അത് ഇവിടേക്ക് കൊണ്ടുവരാൻ കഴിയും എന്നത് തന്നെയാണ്. ഏതായാലും ട്രെയിൻ മാർഗമാണ് അതിനുള്ള ബാറ്ററി കൊണ്ടുവന്നത്. രാജധാനി എക്സ്പ്രസ് കർവാര റെയിൽവേ സ്റ്റേഷനിലെത്തി അവിടെ നിന്ന് വാഹനത്തിൽ ബാറ്ററി ഇവിടേക്ക് കൊണ്ടുവരിക തന്നെയാണ്. റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ സാർ അല്പസമയത്തിനകം തന്നെ ഇവിടേക്ക് എത്തും. ഒപ്പം കേരളത്തിൽ നിന്ന് നമ്മുടെ കോഴിക്കോട് നിന്ന് MK രാഘവൻ MP മഞ്ചേശ്വരം MLA KM അഷ്റഫും ഈ ദൗത്യ സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ ആ കൂറ്റൻ മണ്ണുമാന്തി യന്ത്രത്തിന്റെ സമീപത്തായി സൈന്യം ഇന്ന് നിർമ്മിച്ച ഒരു ടെന്റ് കൂടി കാണാൻ കഴിയുന്നുണ്ട്. അതൊക്കെ തൊട്ടടുത്ത് നിന്ന് തന്നെ എന്തൊക്കെ ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നത് കൃത്യമായി അവലോകനം ചെയ്ത് 10 ദിവസവും ഇപ്പം 10ാമത്തെ ദിവസമാണ് നമ്മൾ ഈ തെരച്ചിൽ അവിടെ നടത്തുന്നത്. അപ്പം ഏറ്റവും വലിയൊരു പ്രതിസന്ധിയായി നിൽക്കുന്നത് കാലാവസ്ഥ തന്നെയാണ്. ഇന്നും ഇപ്പോൾ ആ പ്രദേശത്ത് ഓറഞ്ച് അലേർട്ടാണ്. ഇന്നത്തെ ഒരു കാലാവസ്ഥ എങ്ങനെയാണ് രാഹുൽ? രാവിലെ എപ്പോഴെങ്കിലും മഴ പെയ്തിരുന്നോ? ഇന്നലെയൊക്കെ അത്രയും കുത്തൊഴുക്ക്, അത്രയും നീരൊഴുക്കുണ്ട് ആ ഗംഗാവല്ലിയിൽ. ഇന്നത്തെ ഒരു സ്ഥിതി എന്താണ്? അല്പമെങ്കിലും ശാന്തമായോ നദി?
ആര്യ, കാലാവസ്ഥ ഇന്നലത്തെ അപേക്ഷിച്ച് ഇന്നത്തെ മണിക്കൂറുകളിൽ ഒരല്പം ആശ്വാസം നൽകുന്ന വിധത്തിലാണ് എന്നതാണ്. പുലർച്ചെ അതിശക്തമായ മഴ പെയ്തിരുന്നു. അതിനുശേഷം മഴയുടെ ശക്തിക്ക് കുറവ് വന്നിട്ടുണ്ട്. എങ്കിൽ തന്നെയും ചെറിയ രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. കാറും മൂടി നിൽക്കുന്ന ഒരു അന്തരീക്ഷ സാഹചര്യമാണ് നിലവിലുള്ളത്. പക്ഷേ മഴ ഇന്നലത്തെ, ഞാൻ ആവർത്തിച്ച് പറയുന്നു, കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് ആ പെരുമഴയിൽ നിന്ന് മഴയുടെ തീവ്രത തോത് കുറഞ്ഞു നിൽക്കുന്നു എന്നത് പ്രതീക്ഷ നൽകുന്ന, ആശ്വാസം നൽകുന്ന ഒരു കാര്യമായിട്ടാണ് നമുക്ക് ഈ സംഭവ സ്ഥലത്ത് നിന്ന് കാണാൻ കഴിയുന്നത്. പക്ഷേ പുഴയിൽ നല്ല കുത്തൊഴുക്കുണ്ട്, കാറ്റ് വീശുന്നുണ്ട് എന്നത് തന്നെയാണ്. അപ്പോൾ പ്രധാനപ്പെട്ട തടസ്സങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്ന പോലെ ഇന്നും നമ്മുടെ മുമ്പിലുള്ള തടസ്സങ്ങളായി ഈ കുത്തൊഴുക്കും മഴയും കനത്ത കാറ്റും ഉണ്ട് എന്നത് തന്നെയാണ്. പക്ഷേ ശക്തി കുറഞ്ഞു നിൽക്കുന്നു എന്നതാണ്. ഇന്നലെ നമ്മൾ ഈ ട്രക്ക് ലൊക്കേറ്റ് ചെയ്തതിന് ശേഷം NDRFിൻ്റെയും നാവികസേനയുടെയും ബോട്ടുകൾ ആ സ്ഥലത്തേക്ക് വരാനുള്ള ഒരു ശ്രമം ഇന്നലെ വൈകിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ പുഴയിലെ ഒഴുക്ക് കാരണം, അന്നേരം അതിതീവ്ര മഴ പെയ്യുന്ന സമയമായിരുന്നു, ഒഴുക്ക് കാരണം അവിടേക്ക് വരാൻ കഴിഞ്ഞില്ല എന്നതാണ്. ഈ സേനകളുടെയൊക്കെ ബോട്ട് കരയോട് ചേർന്ന് നിർത്തിയിടുന്നത് ദൗത്യം നടക്കുന്ന അവിടെ നിന്ന് പുഴ ഒഴുകി താഴ്ഭാഗത്താണ്. അപ്പോൾ ഒഴുക്കിന് കുറുകെ ബോട്ട് കൊണ്ടുവരണം എന്നതാണ്. അപ്പോൾ ഇന്നലെ വൈകിട്ട് ആ ഒഴുക്ക് കാരണം അവിടേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിരുന്നില്ല. എന്തായാലും നിലവിൽ നമ്മുടെ ഇന്ദ്രപാലൻ സാറ് പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ് എന്തൊക്കെ കാര്യങ്ങളാണ്. അതായത് ബണ്ട് പോലെ, നീർച്ചാല് പോലെയൊക്കെ നിർമ്മിച്ച് പുഴയുടെ കുത്തൊഴുക്ക് ആ മേഖലയിൽ നിയന്ത്രിക്കാൻ കഴിയുമോ എന്നതൊക്കെയാണ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ആര്യ, മഴ കുറച്ച് മാറി നിൽക്കുന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇപ്പോൾ മഴ പെയ്യുന്നുണ്ട്, ശക്തമായ കാറ്റാണ്. അതാണ് ഏറ്റവും വലിയൊരു മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട്.